യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സ്കൂൾ പ്രഥമാധ്യാപികയെ ഉപരോധിച്ചു. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഉപരോധിച്ചത്. സ്കൂൾ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ സംഭവത്തിലായിരുന്നു പ്രതിഷേധം. കായംകുളം ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും സ്കൂളിലെ ടോയ്ലറ്റ് ഉൾപ്പെടെ വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യം നിരവധി തവണ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ലെന്നും ആരോപിച്ചാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രഥമാധ്യാപികയെ ഉപരോധിച്ചത്. മേഡം ഞങ്ങളോട് പറഞ്ഞു ദൈവത്തെ ഓർത്തൊന്നും ആരോടും പറയല്ലേ, കാരണം ഇതിന് എച്ചമായിട്ടിരിക്കുന്ന മേഡത്തിനാണ് നാണക്കേട്. അപ്പൊ നാളെ തൊട്ട് എന്ത് ചെയ്യും മേഡം? അല്ല പിന്നെ അവിടെ പാർട്ടിഷൻ എടുത്താൽ പോരെ മേഡം? ഇത് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടോ? അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത്. സാറൊന്ന് ആലോചിച്ചു, കുട്ടികൾ ഡൈനിങ് ഹാളിൽ ഓടിക്കുന്നത് രേഖാമൂലമൊന്നും തന്നിട്ട് സമരം സംഘടിപ്പിക്കുകയല്ല. ഇത് ഞങ്ങൾ തരികയാണ്. സമരം സംഘടിപ്പിക്കേണ്ടി വന്നാൽ സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫൽ ചെമ്പകപ്പള്ളി, വിശാഖ പത്തിയൂർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട, റിയാസ് മുണ്ടകത്തിൽ, ആദർശ് മഠത്തിൽ, അഖിൽ പുതുപ്പള്ളി, അഫ്സൽ, സുജായി കടയിൽ, ആശിഷ്, നൌഫൽ, അഫ്നാൻ ചാങ്ങയിൽ, ആദിത്യൻ, അശോക് കുമാർ, മിത്ര കൃഷ്ണൻ, അക്ഷയ് തയ്യിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ക്ലാസ് മുറിയിലിരുന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് ആ ക്ലാസ് മുറിയുടെ മേൽഷീറ്റിന്റെ ഒരു ഭാഗം ഇളകി അതിന്റെ തലയിൽ വീണൊരു അവസ്ഥയുണ്ടായി. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അങ്ങ് കൊല്ലത്ത് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരു 9 വയസ്സുകാരൻ വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായ സംഭവം നമ്മുടെയൊക്കെ കൺമുന്നിൽ നിന്നും മായുന്നതിന് മുൻപ് തന്നെയാണ് ഇവിടെ ഗേൾസ് വിംഗ് കായംകുളത്ത് ഗേൾസ് സ്കൂളിലും അതേ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അപകടം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഫ്സൽ പ്ലാമൂട്ടിൽ പ്രതിഷേധത്തിന് അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഈ സ്കൂളിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ധാരാളം പണികൾ നടക്കുന്നതായി കാണാം. സ്കൂളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ അധികാരികൾ ഉറപ്പുവരുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയാൻ പോലും ഇവിടുത്തെ പ്രധാന അധ്യാപികയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പ്രതിഷേധവുമായി കടന്നു ചെല്ലുമ്പോഴും കായംകുളത്തെ ഈ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇന്നൊരു പ്രതിഷേധവുമായി കടന്നു വന്നപ്പോഴും ഇവിടുത്തെയൊക്കെ പ്രധാന ആളുകൾ പറയുന്ന ഒരു ഉത്തരം, ഞങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മേധാവി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായാലും ഈ ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൾ ആയാലും അടിയൂരിപ്പോകുന്ന രീതിയിലേക്കാണ് കായംകുളത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.